പ്രൈസ് ദ ലോർഡ്. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഒരു നോമ്പ് കാലത്തിലൂടെയാണ്. എന്താണ് നോമ്പ് എന്നുകൊണ്ട് യഥാർത്ഥമായി ഉദ്ദേശിക്കുന്നത്? വെറും ഭക്ഷണം ഉപേക്ഷിക്കലാണോ? അല്ല. നോമ്പ് എന്നത് കണ്ണുകൾ തുറക്കലും കൂടിയാണ്. ദൈവത്തെയും നമ്മളെയും നമ്മുടെ ജീവിതത്തിൻ്റെ ദിശയെയും ശരിയായി കാണാൻ പഠിക്കുന്ന ഒരു കാലഘട്ടം. ഇവിടെയാണ് ഭർത്തിമായുടെ സൗഖ്യത്തിൻ്റെ അർത്ഥം നമ്മെ സ്പർശിക്കുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള ഭാഗത്ത് നാം ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. വഴിയരികിലിരിക്കുന്നവൻ, അന്ധൻ, ഭിക്ഷക്കാരൻ, സമൂഹം മറന്ന ഒരാൾ. മറ്റുള്ളവരെല്ലാവരും നടക്കുകയായിരുന്നു, എന്നാൽ അവൻ ഇരിക്കുകയായിരുന്നു. മറ്റുള്ളവർക്കെല്ലാം യേശുവിനെ കാണാൻ സാധിക്കുമായിരുന്നു, എന്നാൽ അവനെ കേൾക്കാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. മറ്റുള്ളവരെല്ലാം യേശുവിനെ അനുഗമിച്ചു, എന്നാൽ അവൻ നിലവിളിച്ചു. അതാണ് അവിടെ ഭർത്തിമായും മറ്റുള്ളവരും തമ്മിലുള്ള വലിയ വ്യത്യാസം. ഭർത്തിമായ്ക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല, എന്നാൽ കേൾക്കാൻ സാധിക്കുമായിരുന്നു. അവന് കേൾക്കാൻ കഴിഞ്ഞു, നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന്. അത് കേട്ടപ്പോൾ അവൻ മറ്റുള്ളവരെ പോലെ മിണ്ടാതെ ഇരുന്നില്ല. അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നോട് കരുണ കാണിക്കണമേ എന്ന്. കുടേ നിന്നിരുന്ന ജനങ്ങളെല്ലാം അവന് ശാസിച്ചു. ശാന്തനാകാൻ അവനോട് പറയുന്നുണ്ട്. അവൻ്റെ ശബ്ദം അടക്കാൻ അവർ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ വചനത്തിൽ പറയുന്നു, അവൻ കൂടുതൽ ശക്തമായി നിലവിളിച്ചു എന്ന്. ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളും വഴിയരികിലാകും. നിരാശ, രോഗം, നിരാകരണം, മറുപടി കിട്ടാത്ത പ്രാർത്ഥനകൾ. എന്നാൽ നീ കാണാത്തതിനേക്കാൾ പ്രധാനമാണ് പ്രതീക്ഷ കടന്നു പോകുന്നത് കേൾക്കുക എന്നത്. വിശ്വാസം കേൾക്കുന്നതിൽ നിന്നാണ് തുടങ്ങുന്നത്. യേശുവിനെ അനുഗമിച്ച അതേ ജനങ്ങൾ തന്നെയാണ് ഭർത്തിമായിയെ തടഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവർക്കും നിന്റെ വേദന മനസ്സിലാകില്ല, എല്ലാവർക്കും നിന്റെ പ്രാർത്ഥന മനസ്സിലാകില്ല, എല്ലാവർക്കും നിന്റെ നിലവിളി മനസ്സിലാകണമെന്നില്ല. പക്ഷേ അത്ഭുതം ആവശ്യമുള്ളപ്പോൾ മര്യാദയേക്കാൾ പ്രാധാന്യമുള്ളതാണ് വിശ്വാസം. അവൻ തന്റെ ശബ്ദം ജനങ്ങൾ നിയന്ത്രിക്കാൻ അനുവദിച്ചില്ല. അവന്റെ ശക്തമായ ആ നിലവിളി യേശു കേട്ടു. യേശു അവിടെ നിന്നു. ജനക്കൂട്ടം, ശബ്ദം, തിരക്ക്, ഇതെല്ലാം ഇടയിൽ ഒരു അന്ധനായ ഭിക്ഷക്കാരനു വേണ്ടി യേശു നിന്നു. ഒരു സത്യമായ വിശ്വാസ നിലവിളി സ്വർഗത്തെ നിർത്താൻ കഴിയുന്ന ഒന്നാണ് എന്ന് ഇവിടെ ശക്തമായി പ്രതിപാദിക്കുന്നു. നീ മറക്കപ്പെട്ടവനാണെന്ന് തോന്നാം, ആരും ശ്രദ്ധിക്കില്ലെന്ന് തോന്നാം, എന്നാൽ വിശ്വാസത്തോടെ വിളിച്ചാൽ നമ്മുടെ വിളി കേൾക്കാൻ മതിയായ ഒരു ദൈവം നമുക്കുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. യേശു വിളിച്ചപ്പോൾ ഭർത്തിമായി തൻ്റെ മേലങ്കി എറിഞ്ഞു കളഞ്ഞു. ആ മേലങ്കിയായിരുന്നു അവൻ്റെ തിരിച്ചറിയൽ. ഒരു ഭിക്ഷക്കാരൻ എന്നുള്ളതിൻ്റെ അടയാളമായിരുന്നു ആ മേലങ്കി. കാഴ്ച ലഭിക്കുന്നതിന് മുമ്പ് തന്നെയാണ് അവൻ ഈ പഴയ തിരിച്ചറിയൽ വിട്ടുകളഞ്ഞത്. നാം ചിലപ്പോൾ ആശീർവാദം വേണം, പക്ഷേ പഴയ ശീലങ്ങളൊന്നും നമുക്ക് വിടാൻ തയ്യാറല്ല. നമുക്ക് പക്ഷേ സൗഖ്യം വേണം, എന്നാൽ അതിനനുസരിച്ച് നമ്മുടെ ഡെയിലി റൂട്ടീൻസിൽ ചേഞ്ചസ് വരുത്താൻ നമുക്ക് തയ്യാറല്ല. പുതിയ ഭാവിയിലേക്ക് കടക്കാൻ പഴയതിനെ വിട്ടേ പറ്റൂ. ഇവിടെ തൻ്റെ ഭർത്തിമായി അവന് കാഴ്ച ലഭിക്കുന്നതിന് മുന്നേ തന്നെ ആ മേലങ്കി എറിഞ്ഞു കളഞ്ഞു. ഇതുപോലെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളും നമ്മളുടെ ഉള്ളിലുള്ള പഴയതായിട്ടുള്ള കാര്യങ്ങളെ വിടുക എന്നുള്ളത് ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വളരെ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ യേശു ചോദിച്ചു, നിനക്കായി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന്. യേശുവിനറിയാം അവൻ അന്ധനാണെന്ന്. എന്നിട്ടും യേശു അവിടെ ചോദിച്ചു. കാരണം വിശ്വാസം വ്യക്തമായി സംസാരിക്കണം. ഭർത്തിമായി അത് ചെയ്തോ, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, അങ്ങനെ ഒരു വേഗ് മറുപടിയല്ല അവിടെ കൊടുത്തത്. ഭർത്തിമായിക്ക് വളരെ വ്യക്തമായ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഭർത്തിമായി പറഞ്ഞു, ഗുരുവേ, എനിക്ക് കാണണം എന്ന്. നമ്മുടെ പ്രാർത്ഥനകളും ഇതുപോലെ വ്യക്തമുള്ളതായിരിക്കണം. അവ്യക്തമായ പ്രാർത്ഥനകൾ അവ്യക്തമായ ഫലങ്ങളാണ് കൊണ്ടുവരുന്നത്. വ്യക്തമായ വിശ്വാസം വ്യക്തമായ അത്ഭുതങ്ങളെ ക്ഷണിച്ചു വരുത്താൻ ഉതകുന്നതാണ്. യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന്.
അവൻ ഉടനെ കാഴ്ച പ്രാപിച്ചു. പക്ഷെ കഥ അവിടെ അവസാനിക്കുന്നില്ല. വചനത്തിൽ പറയുന്നുണ്ട്, അവൻ യേശുവിനെ വഴിയിൽ അനുഗമിച്ചു എന്ന്. അവൻ വീണ്ടും ഭിക്ഷ ചോദിക്കാൻ പോയില്ല, വഴിയരികിലേക്ക് മടങ്ങിയില്ല. അവൻ അനുഗമിച്ചു. യഥാർത്ഥ സമാഗമം ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റുന്നു. അവസാനമായി നാം ചിന്തിക്കണം, ഇന്ന് നമ്മൾ എവിടെയാണെന്ന്. നീ ഇന്ന് വഴിയരികിലാണോ? മനസ്സിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ആരും കാണുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? ഇന്ന് യേശു ചിലപ്പോൾ നമുക്കിടയിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. ജനക്കൂട്ടം നിന്നെ നിശബ്ദമാക്കാൻ അനുവദിക്കരുത്. ഭയം നിന്റെ ശബ്ദമടക്കാൻ അനുവദിക്കരുത്. സൗകര്യം നിന്നെ ഇരുത്തിക്കൊണ്ടിരിക്കരുത്. വിളിച്ചു പറയുക, പഴയ മേലങ്കി ഉപേക്ഷിക്കുക, വ്യക്തമായി പ്രാർത്ഥിക്കുക. അത്ഭുതം ലഭിച്ചാൽ അനുഗമിക്കുക. ബർത്തിമായിക്ക് വേണ്ടി നിന്ന യേശു ഇന്നും വിശ്വാസത്തോടെ വിളിക്കുന്നവർക്കായി നിൽക്കും. ആമേൻ.